Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. ജോബ് 31:35-36. എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇത് നമ്മുടെ ഒരു അവസ്ഥയാ. സഹനങ്ങളിൽ ആണോ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇതാ എൻ്റെ കയ്യൊപ്പ്, സർവശക്തൻ എനിക്കുത്തരം നൽകട്ടെ. എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതെൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു. കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മളെന്ത് ചെയ്യും? നമുക്കെതിരെ ആരെങ്കിലും കുറ്റാരോപണം നടത്തിയാൽ അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഏത് വഴിയും തിരഞ്ഞെടുക്കും. ഇവിടെ വചനം എന്താ പറയുന്നത്? എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണങ്ങൾ എൻ്റെ കിട്ടിയ ഞാൻ തോളിൽ വഹിക്കുമായിരുന്നു, അത് എൻ്റെ തലയിൽ ഞാൻ കിരീടമായിട്ട് വയ്ക്കുമായിരുന്നു. കർത്താവ് അനുവദിക്കാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമോ ഒരു തകർച്ചയോ ഉണ്ടാവത്തില്ല. കർത്താവ് അനുവദിക്കുന്നതാണ്, കർത്താവ് തരുന്നതല്ല. കർത്താവ് അനുവദിക്കുന്ന, കർത്താവ് തരുന്നതല്ല, കർത്താവ് അനുവദിക്കുന്നതാ. എന്തിനു വേണ്ടി? നീ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം, അനന്തമായ കരുണ അറിയുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. എൻ്റെ പേര് ജിനി. ഞാൻ തങ്കശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2016 ധ്യാനത്തിൽ ഇവിടെ വരുമ്പോൾ എൻ്റെ കാലുകൾക്കും കൈകളുടെ അസ്ഥികൾക്കെല്ലാം വേദനയും അസ്വസ്ഥതയുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരാധനയുടെ സമയത്ത് ബ്രദർ വിളിച്ച് പറയുകയുണ്ടായി, അസ്ഥികൾക്ക് വേദനയുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നെ തന്നെയായിരിക്കും കൂടുതൽ വിളിച്ച് പറയുന്നതെന്ന്. ആ സമയത്ത് എന്നെ ആരും ഇവിടെ വലിച്ച് ഇവിടെ ഇങ്ങോട്ട് കയറ്റുന്നത് പോലെയാണ് എനിക്ക് അസ്വസ്ഥമായി തോന്നിയത്. ഇവിടെ വന്ന് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എനിക്ക് കൈകൾക്കും കാലുകൾക്കെല്ലാം ഉള്ള അസ്വസ്ഥതകളെല്ലാം പെട്ടെന്ന് തന്നെ ഈശോ എടുത്ത് മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. പിന്നീട് ഇവിടെ വന്ന് ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ കോട്ടയത്ത് ധ്യാനത്തിന് നിങ്ങൾ വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും മോനുമായിട്ട് ധ്യാനത്തിൽ പോയി പങ്കെടുക്കുകയും അവിടെ നിന്ന് ധ്യാനവും തീർന്ന് മാറി തിരിച്ച് വീട്ടിലേക്ക് വരികയും പിന്നീട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ANA ടെസ്റ്റ് ഒന്നുകൂടി എന്നെ നടത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ ANA ടെസ്റ്റ് എനിക്ക് പോസിറ്റീവായിരുന്ന ANA ടെസ്റ്റ് എനിക്ക് നെഗറ്റീവ് ആവുകയും ആ അസുഖം SLE എന്നുള്ള രോഗം എനിക്ക് പൂർണ്ണമായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ നെഗറ്റീവ് ആയതോടുകൂടി മാറി എനിക്ക് സ്കിൻ ഡോക്ടറെ കാണിക്കുകയും ചെയ്ത സമയത്ത് എൻ്റെ മുടികളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മരുന്ന് ഡോക്ടർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ആ മരുന്നിലൂടെ എനിക്ക് ദൈവം മുടികൾ ഉണ്ടാവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ വേണ്ടുന്ന ഒരു അസ്വസ്ഥതകളോ വേദനകളോ ഒന്നും തന്നെ എനിക്കില്ല. വീട്ടിലെല്ലാ ജോലികളും ചെയ്യുവാനും എൻ്റെ മക്കളെ നോക്കുവാനും എനിക്ക് കൂടുതൽ സാധിക്കുന്നു. എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. SLE എന്ന് പറയുന്നത് മാരകമായ ഒരു രോഗമാണ്. ക്യാൻസർ പോലെ തന്നെ മാരകമായ ഒരു രോഗമാണ്. ട്രീറ്റ്മെൻറ്റ് വളരെ കുറവുണ്ട്, അത് സൗഖ്യമാകുന്നത് വളരെ കുറവാണ്. ഈ മകളെ കഴിഞ്ഞ ധ്യാനത്തിൽ കർത്താവ് തൊട്ടു. SLE എന്ന് പറയുന്ന മാരക രോഗം ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. 2 വർഷം അല്ലേ
ഇത് 2ാം വർഷമാണ്. കർത്താവിൻ്റെ വലിയൊരു സ്പർശനമാണ് കൊടുത്തത്. Oh Jesus, you are my Lord. Oh Jesus.